ഫിൻലാൻഡിലൂടെയുള്ള യാത്രയിലാണ്. ഹെൽസിങ്കി ടൗണിലൂടെ നടക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ജമീമ, ഇന്ത്യയുടെ അഭിമാനമായി മാറിയ ജമീമ റോഡ്രിഗസിനെതിരെ കസ്തൂരി എന്ന BJP നേതാവിന്റെ ഒരു വിദ്വേഷ പ്രസംഗം ശ്രദ്ധയിൽപ്പെട്ടത്. പല ഹിന്ദുത്വവാദികളും അവർക്കെതിരെ പണ്ടും പറഞ്ഞിരുന്നു, അവരെ എങ്ങനെ ഒരു ജിംഖാന എന്നൊക്കെ പുറത്താക്കിയതാണ്. ഇപ്പം കസ്തൂരി പറയുന്നത് ജയ് ശ്രീറാം, ഹനുമാൻ തുടങ്ങിയ കാര്യങ്ങളെ പ്രാർത്ഥിച്ച പ്രശ്നം ഉണ്ടാവുന്നില്ലേ തുടങ്ങിയ കാര്യങ്ങളോട് ഒരു ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. അതായത് ജമീമ വളരെ സന്തോഷത്തോടെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു, നമ്മളെല്ലാം യേശു ക്രിസ്തുവിനെ ആദരിക്കുന്നു, നമുക്കെല്ലാം അദ്ദേഹത്തെ വലിയ കാര്യമാണ്, അദ്ദേഹത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹമാണ് എനിക്ക് ശക്തി നൽകിയത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരു ആവശ്യവും ഇല്ലാതെ അതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് വളരെ മോശകരമായ ഏർപ്പാടാണ്. അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. കസ്തൂരിയെ പോലെ ഒരു അഭിനേത്രി അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എന്നിട്ടിപ്പോൾ ഒരു ഭയങ്കര അതിശക്തമായ ഔട്ട്റേജ് ഉണ്ടായപ്പോൾ, ബാക്ക്ലാഷ് ഉണ്ടായപ്പോൾ അവരത് കുറച്ചുകൂടെ മയപ്പെടുത്തി, എനിക്കങ്ങനെ അവർ പറയുന്ന പ്രശ്നമൊന്നുമില്ല, പക്ഷേ ജയ് ശ്രീറാം എന്ന് പറഞ്ഞിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ക്രിക്കറ്റോ ഫുട്ബോളോ ജയിക്കുമ്പോൾ അയ്യപ്പസ്വാമി കടാക്ഷിച്ചതാണ്, അള്ളാഹു കടാക്ഷിച്ചതാണ്, യേശു ക്രിസ്തുവിൻ്റെ കടാക്ഷമാണ്, അനുഗ്രഹമാണ് എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ നോർമൽ അല്ലേ? അതിനെ വിവാദമാക്കുന്നത് ശരിയാണോ? അതിനെ പ്രശ്നവൽക്കരിക്കുന്നത് ശരിയാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അനാവശ്യമായ വർഗീയത, വിദ്വേഷം ഇത് വലിയൊരു ഇഷ്യൂ കൂടിയാണ്. എന്നിട്ട് ഈ ജിംഖാന ക്ലബ്ബിൽ കഴിഞ്ഞ വർഷമാണ് ജമീമയെ പുറത്താക്കിയത്. ജമീമയെ അന്ന് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ വേറെ ചിലർ പാകിസ്ഥാനി എന്നൊക്കെ വിളിച്ചു എന്ന് News 18 റിപ്പോർട്ടും മറ്റും കാണുകയുണ്ടായി. ജമീമ ഇന്ന് നമ്മുടെ വലിയ ഹീറോ ആണ്, തരംഗമാണ്, താരമാണ്. യഥാർത്ഥത്തിൽ ജമീമയെ പോലുള്ളവരാണ് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. എല്ലാ വ്യത്യസ്ത ഫെയ്ത്ത്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അടക്കമുള്ള വ്യത്യസ്ത ഫെയ്ത്തുകളിൽ നിന്നൊക്കെ വന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറുന്ന അവരെ പോലുള്ളവർ ഓരോ ഇന്ത്യക്കാരനും അഭിമാനമാണ്. അതിനെ പ്രശ്നവൽക്കരിക്കുകയും ഈ ഇഷ്യൂ ആക്കുകയും ഒക്കെ ചെയ്യുന്ന കസ്തൂരിയെ പോലുള്ളവർക്ക് ഒരർത്ഥത്തിൽ അതൊരു മാനസിക പ്രശ്നമാണ്. അതൊരു തെറ്റായ പ്രവണതയാണ്. ആ പ്രവണതകൾ ഇല്ലാതാകട്ടെ, സമാധാനവും ശാന്തിയും പരസ്പര സൗഹാർദ്ദവും ഉണ്ടാകട്ടെ. ഏറ്റവും അധിക്ഷേപാർഹമായിട്ടാണ് കസ്തൂരി ആ വിഷയം പറഞ്ഞത്. കാര്യം നമ്മളെല്ലാം ദൈവാനുഗ്രഹം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, അത് യേശു ക്രിസ്തു അനുഗ്രഹിച്ചാലും, അള്ളാഹു അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും, കർത്താവ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും, യഹോവ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും, അയ്യപ്പൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും, ശ്രീരാമൻ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാലും, ശ്രീകൃഷ്ണൻ അനുഗ്രഹമാണെന്ന് പറഞ്ഞാലും ഒക്കെ പോസിറ്റീവായി കേൾക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള വൃത്തികെട്ട വിഭാഗീയത, വിദ്വേഷം, വിഷം അത് നമ്മുടെ നാടിൻ്റെ ഒരു വലിയ ഇഷ്യൂ ആണ്. അത്തരം ഇഷ്യൂ ഇല്ലാതായി മാറട്ടെ. ഈ രീതിയിലുള്ള വിഭാഗീയത നമ്മുടെ നാട്ടിൽ ഇല്ലാതാകട്ടെ. കസ്തൂരിയുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തതാണ്, അപലപിക്കപ്പെടേണ്ടതാണ്, അനാവശ്യമായ വിവാദം ഉണ്ടാക്കുന്നതാണ്. ഇത് നമ്മുടെ സെന്റ് റീറ്റാസലായ ടീച്ചർ ഒന്ന് കേൾക്കണം. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞാൽ, വെറും എന്താ പറയണേ, ടെക്നിക്കാലിറ്റി പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം ആൾക്കാർ വരുന്നത്. നീ തട്ടവിടുന്നത് പ്രശ്നമാണ്, നമ്മുടെ ഒരുമയ്ക്കെതിരാണ്. ഇത് തന്നെയാണ് ജമീമയെ പുറത്താക്കിയ ജിംഖാന ക്ലബിനും പറയാനുണ്ടായിരുന്നത്. അതായത് ജിംഖാന ക്ലബിന് ജമീമയുടെ അച്ഛൻ അവിടെ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തി. 18 മാസം കൊണ്ട് 35 യോഗങ്ങൾ നടത്തി. അതിനുശേഷമാണ് അവർ പറയുന്നത് ഇവിടെ പ്രാർത്ഥന യോഗം നടത്താൻ പറ്റില്ല. അവിടുത്തെ ക്രിസ്ത്യാനികളോടുള്ള ദേഷ്യമാണ്. ക്രിസ്ത്യാനികളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും പ്രാർത്ഥിച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർ പറയുന്ന തത്വം ഭയങ്കര രസമാണ്. എന്നിട്ട് മതപരമായ പരിപാടി നടക്കാൻ പാടില്ല. ഞാൻ ജിംഖാന ക്ലബിന്റെ വെബ്സൈറ്റ് കയറി നോക്കി. അവിടെ ദീപാവലി പരിപാടി അടുത്തിടെയും കൂടെ നടന്നു. അപ്പം ദീപാവലി എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആഘോഷമാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനികളുടെ മതത്തിന്റെ ആഘോഷമാണ്. അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ നോമ്പ് എന്ന് പറയുന്നത് മതപരമായ ആഘോഷമാണ്. അപ്പൊ ഈ ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെല്ലാം ദേശീയ സംസ്കാരമാണ്, രാഷ്ട്രത്തിന്റെ സംസ്കാരമാണ് എന്ന് പറയുകയും ബാക്കി ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ചെയ്യുന്നതെല്ലാം അവരുടെ മതത്തിന്റെ കാര്യമാണെന്ന് പറയുകയും ഒന്നും ചെയ്യുന്നതിന് ഒരു അർത്ഥവുമില്ല. അങ്ങനെയല്ല. ദീപാവലിയും ഓണവും ക്രിസ്മസും നബിദിനവും അല്ലെങ്കിൽ വേറെ ഏത് ഉത്സവവും, പെട്ടെന്ന് ഓർമ്മ വരുന്നതിന്റെ പേര് പറയുന്നത് നവറോസും ബുദ്ധ പൂർണിമയും, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക ഉത്സവങ്ങളാണ്. ഓരോ മതത്തിന്റെയും ആത്മീയതയുടെയും വിശ്വാസം കൂടിയാണ്. ഇത് രണ്ടുമായി നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ ജമീമ ഇന്ന് വലിയൊരു ഹീറോ ആണ്. ആ ജമീമയ്ക്ക് വീണ്ടും കൂടുതൽ ഉയരങ്ങളിൽ എത്താൻ കഴിയട്ടെ. ജമീമ ഇന്ത്യയുടെ അഭിമാനമാണ്. കസ്തൂരി ഒരർത്ഥത്തിൽ നമ്മുടെ എല്ലാം അപമാനമാണ്. കസ്തൂരിയെ പോലെ ഒരു പ്രഗത്ഭയായ നടി അത്തരം കാര്യങ്ങളിലൊന്നും പറയേണ്ടിയിരുന്നില്ല. അത് വളരെ മോശമായി പോയി എന്ന് പറയാൻ മാത്രമാണ് ചെയ്യുന്നത്. ഹെൽസിങ്കിലൂടെ നടക്കുകയാണ്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഈ ഇരുന്നൊന്നും ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ലാപ്ടോപ്പൊക്കെ പൊക്കി പിടിച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമുക്ക് കാണാം, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ